ന്യൂ എംപയേഴ്സ് ആൻഡ് കിങ്ഡംസ് എന്ന 9ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അരവിന്ദിൻ്റെ ഒരു പ്ലേനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പാഠം തുടങ്ങുന്നത്. അരവിന്ദ് പ്ലേസ് എ കിങ്. അരവിന്ദ് ഒരു കിങ്ങിൻ്റെ റോള് പ്ലേ ചെയ്യുകയാണ്. അരവിന്ദ് ഹാഡ് ബീൻ ചൂസൺ ടു ആക്ട് ആസ് എ കിങ് ഇൻ ദ സ്കൂൾ പ്ലേ. സ്കൂളിലൊരു പ്ലേയിൽ, നാടകത്തിൽ ഒരു കിങ്ങിൻ്റെ റോളാണ് അരവിന്ദിന് പ്ലേ ചെയ്യേണ്ടത്. ഹി ഹാഡ് എക്സ്പെക്റ്റഡ് ടു മാർച്ച് ചെയ്യണം. സ്പ്ലെൻഡിഡ് റോബ്സിൽ, രാജാവിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട്, മെസ്റ്റാച്ചസൊക്കെ മീശയൊക്കെ പിരിച്ചുകൊണ്ട്, സിൽവർ പേപ്പർ റാപ്പ് ചെയ്ത വാളെല്ലാം പിടിച്ചുകൊണ്ട്, ധൈര്യവാനായിട്ട്. ഇമാജിൻ ഹിസ് സർപ്രൈസ് വെൻ ഹി വാസ് ടോൾഡ് he would also have to sit and play a veena. ഈ അറ്റയറിൽ ഇരുന്നു കൊണ്ട് ഒരു വീണ വായിക്കണം. ആൻഡ് റിസൈറ്റ് പോയട്രി, പോയം ചൊല്ലണം. മ്യൂസിഷ്യൻ കിങ്, ഒരു മ്യൂസിഷ്യൻ കിങ്ങിൻ്റെ റോളാണ് അവന് അരവിന്ദിന് പ്ലേ ചെയ്യേണ്ടത്. ഹൂ വാസ് ദാറ്റ്? അതാരായിരുന്നു അങ്ങനെ ഒരു മ്യൂസിഷ്യനായിരുന്ന കിങ്? ഹീ വണ്ടേർഡ്, അവൻ വണ്ടർ ചെയ്യാണ്. ആ മ്യൂസിഷ്യൻ കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രശസ്തീസ് ആൻഡ് വാട്ട് ദേ ടെൽ അസ്. പ്രശസ്തികൾ എന്താണ് ആ പ്രശസ്തികൾ നമ്മളോട് പറയുന്നത്? അരവിന്ദ് വാസ് സപ്പോസ് ടു ബി ആക്ടിങ് ആസ് സമുദ്രഗുപ്ത. ആ കിങ്ങിൻ്റെ പേരാണ് സമുദ്രഗുപ്ത. സമുദ്രഗുപ്തേൻ്റെ റോളാണ് ഈ അരവിന്ദ് ആക്ട് ചെയ്യാൻ പോകുന്നത്. എ ഫേമസ് റൂളർ ഓഫ് ദ ഡൈനാസ്റ്റി നോൺ ആസ് ഗുപ്താസ്. ഗുപ്ത ഡൈനാസ്റ്റിയിലെ ഒരു ഫേമസ് റൂളറാണ് ഈ സമുദ്രഗുപ്ത. വി നോ അബൌട്ട് സമുദ്രഗുപ്ത ഫ്രം ലോങ് ഇൻസ്ക്രിപ്ഷൻ. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ കൊത്തി വെച്ചിരിക്കുന്ന ആ ഒരു ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് ആണ് നമ്മൾക്ക് സമുദ്രഗുപ്തനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇൻസ്ക്രൈബ്ഡ് ഓൺ അശോകൻ പില്ലർ അറ്റ് അലഹാബാദ്. അലഹാബാദിലെ അശോകൻ പില്ലറിൽ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് സമുദ്രഗുപ്തയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറ്റ് വാസ് കമ്പോസ്ഡ് ആസ് എ കാവ്യ, ഒരു കാവ്യം പോലെ. ആരാണ് എഴുതിയത്? ഹരിസേന എഴുതിയ ഒരു കാവ്യം പോലെ. വാസ് എ പോയറ്റ് ആൻഡ് എ മിനിസ്റ്റർ അറ്റ് ദ കോർട്ട് ഓഫ് സമുദ്രഗുപ്ത. ഗുപ്തൻ്റെ സഭയിലെ ഒരു മിനിസ്റ്ററായിരുന്നു, അതുപോലെ തന്നെ ഒരു പോയിറ്റുമായിരുന്നു. അദ്ദേഹം ഒരു കാവ്യം പോലെ ഈ സമുദ്രഗുപ്തനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഇൻസ്ക്രിപ്ഷൻ ഈസ് എ സ്പെഷ്യൽ കൈൻഡ്. ഈ ഇൻസ്ക്രിപ്ഷൻ, ഇദ്ദേഹം എഴുതി വെച്ച ഈ ഇൻസ്ക്രിപ്ഷൻ ഒരു സ്പെഷ്യൽ കൈൻഡാണ്, സ്പെഷ്യൽ ടൈപ്പാണ്, നോൺ ആസ് പ്രശസ്തി. അങ്ങനെയുള്ള ഇൻസ്ക്രിപ്ഷന് പറയുന്നതാണ് പ്രശസ്തി എന്ന്. ഒരു സംസ്കൃത വേർഡാണത്. മീനിങ് ഇൻ പ്രൈസ് ഓഫ്, അതായത് പ്രശംസിച്ചുകൊണ്ട് എഴുതുന്നതാണ്. അതുകൊണ്ടാണ് പ്രശസ്തി എന്ന് പറയുന്നത്. വൈൽ പ്രശസ്തീസ് വെർ കമ്പോസ്ഡ് ഫോർ സം ഓഫ് ദ റൂളേഴ്സ് യു റെഡ് അബൌട്ട് ഇൻ ചാപ്റ്റർ 8. ചാപ്റ്റർ 8 കുറച്ച് റൂളേഴ്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സച്ച് ആസ് ഗൗതമിപുത്ര ശ്രീ ശതകർണി, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് നമ്മൾ വായിച്ചിരുന്നു. ദേ ബിക്കെയിം ഫാർ മോർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ ടൈം ഓഫ് ദി ഗുപ്താസ്. അടുത്തത് നോക്കുന്നത് സമുദ്രഗുപ്താസ് പ്രശസ്തി. സമുദ്രഗുപ്തൻ്റെ ആ പ്രശസ്തി, ആ ഇൻസ്ക്രിപ്ഷനിൽ എന്താ എഴുതിയിരിക്കുന്നത്? ലെറ്റ് us see സമുദ്രഗുപ്താസ് പ്രശസ്തി. ടെൽ us what it tells us. എന്താണ് സമുദ്രഗുപ്തനെ കുറിച്ചുള്ള ആ പ്രശസ്തി നമ്മളോട് പറയുന്നത്? ദ പോയറ്റ് പ്രൈസ് ദ കിങ് ഇൻ ഗ്ലോയിങ് ടേംസ്. വളരെ നല്ല ശബ്ദം, വളരെ നല്ല വേർഡ്സ് കൊണ്ട് ഈ സമുദ്രഗുപ്തനെ പ്രൈസ് ചെയ്തിരിക്കുകയാണ് ഈ പ്രശസ്തിയിൽ. ആസ് എ വാരിയർ, ഒരു വാരിയറാണ്. ആസ് എ കിങ് ഹു വൺ വിക്ടറീസ് ഇൻ ബാറ്റിൽ, ഒരുപാട് യുദ്ധങ്ങളിൽ വിക്ടറീസ് ജയിച്ച കിങ്. ഹു വാസ് ലേൺഡ് ആൻഡ് ബെസ്റ്റ് ഓഫ് പോയറ്റ്സ്, നല്ല പോയറ്റാണ്, വളരെ പഠിച്ചിട്ടുള്ള വിവേകം ഉള്ള ഒരു രാജാവാണ്. ഹീ ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് ഈക്വൽ ടു ഗോഡ്സ്, ദൈവതുല്യനാണെന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ദ പ്രശസ്തി വാസ് കമ്പോസ്ഡ് ഇൻ വെരി ലോങ് സെൻറ്റൻസസ്. വളരെ നീളമുള്ള സെൻറ്റൻസസിലാണ് ഈ പ്രശസ്തി എഴുതിയിരിക്കുന്നത്. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് വൺ സച്ച് സെൻറ്റൻസ്. അങ്ങനെയുള്ള ഒരു സെൻറ്റൻസിൻ്റെ ഒരു പാർട്ടാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. സമുദ്രഗുപ്ത ദ വാരിയർ, സമുദ്രവീരനായ ഈ സമുദ്രഗുപ്തൻ. ഹൂസ് ബോഡി വാസ് മോസ്റ്റ് ചാമിങ്. അദ്ദേഹത്തിൻ്റെ ശരീരം എന്ന് പറയുന്നത് വളരെ ചാമിങ് ആണ്.
being covered with plenteous beauty of the marks of hundreds of scars. ഒരുപാട് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ സ്കാർസ് ഉണ്ട്, അടയാളങ്ങളുണ്ട്, മുറിവിൻ്റെ അടയാളങ്ങൾ. ബാറ്റിൽ യുദ്ധത്തിൽ പങ്കെടുത്തതുകൊണ്ട് അങ്ങനെ വന്ന മുറിവുകളുടെ അടയാളങ്ങൾ ഒരുപാടുണ്ട്. ആക്സസിൻ്റെയും ആരോസിൻ്റെയും സ്പൈക്സിൻ്റെയും സ്പിയേഴ്സിൻ്റെയും ഡാർട്സിൻ്റെയും പിന്നെ സോഡ്സിൻ്റെയും അയൺ ക്ലബ്സിൻ്റെയും ജാവലിൻസിൻ്റെയും ബാബ്ഡ് ആരോസിൻ്റെയും അതുപോലെ തന്നെ ലോങ് ആരോസിൻ്റെയും മെനി അതർ വെപ്പൺസ്, ഇങ്ങനെയുള്ള എല്ലാ വെപ്പൺസിൻ്റെയും മുറിവ് കൊണ്ടുള്ള അടയാളങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോഡിയിലുണ്ട്. വാട്ട് ഡസ് ദിസ് ഇൻസ്ക്രിപ്ഷൻ ടെൽ യു അബൌട്ട് ദി കിങ്? കിങ്ങിനെ കുറിച്ച് ഈ ഇൻസ്ക്രിപ്ഷൻ നിങ്ങളോട് പറയുന്നത് എന്താണ്? ആൻഡ് ഓൾസോ അബൌട്ട് ഹൗ കിങ്സ് ഫൗട്ട് വാർസ്, എങ്ങനെയൊക്കെ യുദ്ധങ്ങൾ ചെയ്തിരുന്നു രാജാവ് എന്നതിനെക്കുറിച്ച് എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക? ഇഫ് യു ലുക്ക് അറ്റ് ദ മാപ്പ് 7 നോക്കുകയാണെങ്കിൽ, ഇതാണ് മാപ്പ് 7. യു വിൽ നോട്ടീസ് എൻ ഏരിയ ഷെയ്ഡഡ് ഇൻ ഗ്രീനിൽ ഷെയ്ഡ് ചെയ്ത് ഈ ഏരിയ ലൈറ്റ് ഗ്രീൻ കളറിൽ ഷെയ്ഡഡ് ഏരിയ കാണാം. യു വിൽ ഓൾസോ ഫൈൻഡ് എ സീരീസ് ഓഫ് റെഡ് ഡോട്ട്സ് അലോങ് ദ ഈസ്റ്റ് കോസ്റ്റിൽ സീരീസ് ഓഫ് റെഡ് ഡോട്ട്സ് കാണാം. ആൻഡ് യു വിൽ ഫൈൻഡ് ഏരിയാസ് മാർക്ക്ഡ് ഇൻ പർപ്പിൾ ആൻഡ് ബ്ലൂ ആസ് വെൽ. പർപ്പിളിലും ബ്ലൂയിലും അടയാളപ്പെടുത്തിയ ഏരിയാസും കാണാം. And this map is based on the information provided in the പ്രശസ്തിയിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ചുള്ള ഒരു മാപ്പാണിത്. ഹരിസേന ഡിസ്ക്രൈബ്സ് 4 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റൂളേഴ്സ്. 4 തരത്തിലുള്ള റൂളേഴ്സിനെ കുറിച്ച് ഹരിസേന പറയുന്നുണ്ട്. ആൻഡ് ടെൽസ് us about സമുദ്രഗുപ്താസ് പോളിസീസ് ടുവേർഡ്സ് ദം. ഈ ഹരിസേന സമുദ്രഗുപ്തൻ്റെ പോളിസീസ്, അവരുമായിട്ടുള്ള പോളിസീനെ കുറിച്ചും പറയുന്നു. നോക്കാം നാം എന്താണെന്നുള്ളത്. The rulers of Aryavarta, the region shaded in green on the map. Green, ഇതാണ് ആര്യവർത്ത region. Rulers. Here there were 9 rulers ഉണ്ടായിരുന്നു, who were uprooted and their kingdoms were made a part of Samudragupta's empire. അവരെ കളഞ്ഞിട്ട്, അവരെ ഡിഫീറ്റ് ചെയ്തിട്ട് സമുദ്രഗുപ്തയുടെ എംപയറിൻ്റെ ഭാഗമാക്കി മാറ്റി. അതായിരുന്നു ഒരു ഭാഗം. The rulers of Dakshinapatha. Here there were 12 rulers. 12 rulers ഉണ്ടായിരുന്നു ദക്ഷിണപാതയിൽ. Some of whose capitals are marked with red dots on the map. ഈ റെഡ് ഡോട്ട്സ് ദക്ഷിണപാത അതിൻ്റെ റൂളേഴ്സിൻ്റെ ക്യാപിറ്റൽസ് ആയിരുന്നു അത്. ആൻഡ് ദേ സറണ്ടേർഡ് ടു സമുദ്രഗുപ്ത. അവരെല്ലാവരും സമുദ്രഗുപ്തന് മുമ്പിൽ സറണ്ടർ ചെയ്തു. ആൻഡ് ബീയിങ് ഡിഫീറ്റഡ്, ആഫ്റ്റർ ബീയിങ് ഡിഫീറ്റ് ചെയ്തപ്പോൾ അവരെല്ലാം സറണ്ടർ ചെയ്തു. ഹി ദെൻ അലോഡ് ദം ടു റൂൾ അഗെയിൻ. അപ്പോൾ സമുദ്രഗുപ്തൻ അവരെ വീണ്ടും റൂൾ ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തു. പിന്നെ അടുത്തത് ദി ഇന്നർ സർക്കിൾ ഓഫ് നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിംഗ് ആസാം, കോസ്റ്റൽ ബംഗാൾ, നേപ്പാൾ and a number of Ganasanghas in the northwest marked in purple on the map. ഈ പർപ്പിളായിട്ട് എടുത്തിരിക്കുന്ന ഈ ഏരിയാസ്, നോർത്ത് ഈസ്റ്റിലെ കുറേ റീജിയൻസ് ഉണ്ട്. ബംഗാളുണ്ട്, നേപ്പാളുണ്ട്, ഈ സ്ഥലങ്ങളുണ്ട്, കുറേ കാശ്മീരിൻ്റെ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് പർപ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന ഈ റീജിയൻ. ദേ ബ്രോട്ട് ട്രിബ്യൂട്ട് ആൻഡ് ഫോളോഡ് ഹിസ് ഓർഡേഴ്സ് ആൻഡ് അറ്റൻഡഡ് ഹിസ് കോർട്ട്. ഇവിടെയുള്ള റൂളേഴ്സ് എന്ത് ചെയ്തു? അവർക്ക് ഈ സമുദ്രഗുപ്തന് ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ കൊടുത്തു, അദ്ദേഹത്തിൻ്റെ ഓർഡേഴ്സ് ഫോളോ ചെയ്തു, അദ്ദേഹത്തിൻ്റെ കോർട്ട്, അദ്ദേഹത്തിൻ്റെ സദസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെയായിരുന്നു അവരുടെ പോളിസി. റൂളേഴ്സ് ഓഫ് ദി ഔട്ട്ലൈങ് ഏരിയാസ്, പുറത്തുള്ള ഏരിയാസ് മാർക്ക്ഡ് ഓൺ ബ്ലൂ റീജിയനിൽ ഈ റീജിയൻസ്, അതുപോലെ തന്നെ ഈ റീജിയൻ. ഓക്കെ, സോ ബ്ലൂ ഓൺ ദ മാപ്പ്. പെർഹാപ്സ് ദ ഡിസെൻഡൻസ് ഓഫ് ദി കുഷാനാസിൻ്റെയും ഷാഖാസിൻ്റെയും
ഡിസെൻഡൻസ് ആണ്, അവരുടെ ഫോളോവേഴ്സാണ്, അത് കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. ദ റൂളർ ഓഫ് ശ്രീലങ്കയും അതിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. ഹു സബ്മിറ്റഡ് ടു ഹിം, ഇവരെല്ലാവരും സറണ്ടർ ചെയ്തു ഈ സമുദ്രഗുപ്തൻ്റെ മുമ്പിൽ, ആൻഡ് ഓഫേർഡ് ഡോട്ടേഴ്സ് ഇൻ ദ മാരേജ്. ദെൻ ദ കിങ് ഹു പ്ലേഡ് വീണ പ്ലേ ചെയ്യുന്ന കിങ്. Some other qualities of Samudragupta are shown in the coins such as this one. ഇങ്ങനെ ഈ കോയിനിൽ കാണാം, where he is shown playing വീണ വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. Find പ്രയാഗ ഓൾഡ് നെയിം ഓഫ് അലഹബാദ്. പ്രയാഗ അല്ലെങ്കിൽ പ്രയാഗ്രാജ്. സോ അലഹബാദിൻ്റെ ഓൾഡ് നെയിമാണ് പ്രയാഗ. ഇവിടെ കാണാം പ്രയാഗ. ആൻഡ് ഉജ്ജയിൻ ആൻഡ് പട്ടലിപുത്ര, അതായത് പട്ന ഓൺ ദ മാപ്പിൽ ഇതെല്ലാം ഇവിടെയാണ് പട്ടലിപുത്ര, ഇവിടെയാണ് ഉജ്ജയിൻ. ഇങ്ങനെയുള്ള ഈ മൂന്ന് സ്ഥലങ്ങൾ ഈ മാപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ദീസ് വെർ ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് ഗുപ്ത റൂളേഴ്സ്. ഈ ഗുപ്ത റൂളേഴ്സിൻ്റെ, ഗുപ്ത ഡൈനാസ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് ആയിരുന്നു ഈ മൂന്നെണ്ണം. വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി വേ ഇൻ വിച്ച് സമുദ്രഗുപ്ത ട്രീറ്റഡ് ദ റൂളേഴ്സ് ഓഫ് ആര്യവർത്ത ആൻഡ് ദക്ഷിണപാതയിലും അല്ലെങ്കിൽ ആര്യവർത്തയും അവരുമായിട്ടുള്ള പോളിസി, അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്തു സമുദ്രഗുപ്തൻ, അതിലെന്ത് ഡിഫറൻസാണ് ഉണ്ടായിരുന്നത്, അത് നോക്കാനാണ് പറയുന്നത്. ആൻഡ് ക്യാൻ യു സജസ്റ്റ് എനി റീസൺ ഫോർ ദിസ് ഡിഫറൻസ്? ഈ ഡിഫറൻസിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ? നെക്സ്റ്റ്, വിക്രം സംവാദ്. ദി ഇറ ബിഗിന്നിങ് ഇൻ ദി 58 BCE, ബിഫോർ കോമൺ ഇറ, is traditionally associated with Gupta king. ഗുപ്ത കിങ്ങുമായിട്ട് ഗുപ്ത കിങ് സമുദ്രഗുപ്ത സെക്കൻഡ് ആയിരുന്നു ആ സമയത്ത് ഭരിച്ചിരുന്നത്. ഹു ഹാഡ് ഫൗണ്ടഡ് ഇറ്റ് ആസ് എ മാർക്ക് ഓഫ് വിക്ടറി ഓവർ ദ ശാഖാസ് ആൻഡ് അസ്യൂം ദ ടൈറ്റിൽ ഓഫ് വിക്രമാദിത്യ എന്ന ടൈറ്റിൽ അദ്ദേഹം സ്വീകരിച്ചു. ദെൻ ജീനോളജീസ്. മോസ്റ്റ് പ്രശസ്തീസ് ഓൾസോ മെൻഷൻ ദി ആൻസസ്റ്റേഴ്സ് ഓഫ് ദ റൂളറിൻ്റെ ആൻസസ്റ്റേഴ്സ്, അതിന് മുമ്പുള്ള ആൾക്കാർ, അവരുടെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഗ്രാൻഡ് മദേഴ്സിനെ കുറിച്ചൊക്കെ ഈ പ്രശസ്തിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദിസ് വൺ മെൻഷൻ സമുദ്രഗുപ്താസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. സമുദ്രഗുപ്തൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറെയും ഫാദറെയും മദറെയും എല്ലാം കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. ഹിസ് മദർ കുമാരദേവി ബിലോങ്ഡ് ടു ദി ലിച്ഛവി ഗണയ ബിലോങ് ചെയ്യുന്നു ഈ കുമാരദേവി, ഈ സമുദ്രഗുപ്തൻ്റെ മദർ. ആൻഡ് വൈൽ ഹിസ് ഫാദർ ചന്ദ്രഗുപ്ത വാസ് ദ ഫസ്റ്റ് റൂളർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി ടു അഡോപ്റ്റ് ഗ്രാൻഡ് ടൈറ്റിൽ ഓഫ് മഹാരാജ് അധിരാജ. ഈ അദ്ദേഹത്തിൻ്റെ ഫാദർ ചന്ദ്രഗുപ്തൻ പുള്ളിയായിരുന്നു ഗുപ്ത ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ റൂളർ ടു അഡോപ്റ്റ് ദ ടൈറ്റിൽ ഓഫ് മഹാരാജ അധിരാജ എന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്ത ഫസ്റ്റ് റൂളറായിരുന്നു ചന്ദ്രഗുപ്ത. ആൻഡ് എ ടൈറ്റിൽ ദാറ്റ് സമുദ്രഗുപ്ത ഓൾസോ യൂസ്ഡ്. സമുദ്രഗുപ്തനും ഈ മഹാരാജ അധിരാജ എന്ന ടൈറ്റിൽ വിശേഷണം അദ്ദേഹവും ഉപയോഗിച്ചിരുന്നു. ഹിസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ ആർ മെൻഷൻഡ് സിംപ്ലി മഹാരാജാസ് എന്ന് മാത്രമാണ് ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും അദ്ദേഹത്തിൻ്റെ ഉപയോഗിച്ചിരുന്നത്. ഇതിനർത്ഥം ഇറ്റ് സീംസ് ആസ് ഇഫ് ദ ഫാമിലി ഗ്രാജുവലി റോസ് ടു ഇമ്പോർട്ടൻറ്റ്. ഇതിനർത്ഥം ഈ ഗുപ്ത ഫാമിലി മെല്ലെയാണ് അവരുടെ ഇമ്പോർട്ടൻസ് കൂട്ടി വന്നത്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും മഹാരാജാവായിരുന്നു. അത് കഴിഞ്ഞ് ഈ ചന്ദ്രഗുപ്തനായപ്പോഴേക്കും സമുദ്രഗുപ്തനും എന്തായി മാറി? മഹാരാജ അധിരാജ എന്ന ടൈറ്റിലായി. സമുദ്രഗുപ്ത in turn figures in the genealogies list of ancestors of later rulers of the dynasty such as his son Samudragupta II. സമുദ്രഗുപ്ത സെക്കൻഡ് ആണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര്. We know about him from the inscriptions and coins. ഇൻസ്ക്രിപ്ഷൻസും കോയിൻസിലും കൂടെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. ഹി ലെഡ് ആൻ എക്സ്പെഡിഷൻ ടു വെസ്റ്റേൺ ഇന്ത്യയിലോട്ട് അദ്ദേഹം പട നയിച്ചു.
ആൻഡ് വെയർ ഹി ഓവർകെയിം ദി ലാസ്റ്റ് ഓഫ് ദ ഷാക്കാസിൻ്റെ അവസാനത്തെ റൂളറെയും ഡിഫീറ്റ് ചെയ്തു. അക്കോർഡിംഗ് ടു ലേറ്റർ ബിലീവ് ഹിസ് കോർട്ട് വാസ് ഫുൾ ഓഫ് ലേൺഡ് പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ സഭ മൊത്തം ലേൺഡ് പീപ്പിളായിരുന്നു. ആൻഡ് അബൌട്ട് സം ഓഫ് ദെം യു വിൽ റീഡ് ഇൻ ചാപ്റ്റർ 10. ചാപ്റ്റർ 10 അതിനെക്കുറിച്ച് നമ്മൾ വായിക്കാനും പോകുന്നുണ്ട്. അതായിരുന്നു ഫസ്റ്റ് പാർട്ട്. ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ ഹർഷവർദ്ധന ആൻഡ് ഹർഷചരിത ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ പഠിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.